ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഞാൻ 16-17 വർഷമായിട്ട് കേരളത്തിലെ SMEസുമായിട്ടും സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റവുമായിട്ടൊക്കെ വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. സ്റ്റാർട്ടപ്പ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും SMEസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ പരാജയപ്പെടുന്ന ബിസിനസ്സുകളുടെ എണ്ണത്തിൽ കുറവൊന്നും കാര്യമായിട്ട് വരുന്നില്ല. പക്ഷേ സ്റ്റാർട്ടപ്പുകൾ പരാജയപ്പെടുന്നതും സ്മോൾ ബിസിനസ്സുകൾ, ട്രഡീഷണൽ ബിസിനസ്സുകൾ പരാജയപ്പെടുന്നതും തമ്മിൽ ബന്ധമുണ്ടെങ്കിലും ചില കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റാർട്ടപ്പുകളും SMEകളും പരാജയപ്പെടുന്നത്? ഒരു പ്രധാനപ്പെട്ട 5 റീസൺസ് നമുക്ക് നോക്കാം. സ്റ്റാർട്ടപ്പുകൾ പലപ്പോഴും ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിലേക്കാണല്ലോ അവർ പ്ലാൻ ചെയ്യുന്നത്. ഫ്യൂച്ചർ കസ്റ്റമേഴ്സ് ആരാണ് എന്ന് കൃത്യമായി പഠിക്കാതെയും മനസ്സിലാക്കാതെയുമാണ് പലപ്പോഴും പരാജയപ്പെടുന്നത്. അവരുടെ ബിഹേവിയർ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അവർക്ക് ഊഹിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ കസ്റ്റമർ പെയിൻ പോയിൻ്റ് മനസ്സിലാക്കാതെയാണ് സ്റ്റാർട്ടപ്പുകൾ പലതും പരാജയപ്പെടാറുള്ളത്. കൃത്യമായിട്ടുള്ള പെയിനെ അല്ല അഡ്രസ്സ് ചെയ്യുന്നത്. അതേസമയം ഈ പെയിൻ പോയിൻ്റ് എന്നൊക്കെ പറയുന്ന തരത്തിൽ അങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സാധനമൊന്നുമല്ല പലപ്പോഴും SMEസ് പരാജയപ്പെടാനുള്ള കാരണം. അവർ പലപ്പോഴും പരാജയപ്പെടുന്നത് കൃത്യമായിട്ടുള്ള നീഡുകൾ, കസ്റ്റമറിന് അപ്പോൾ ആവശ്യമുള്ള നീഡുകൾ അപ്പോൾ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട്, സർവീസ് ഡെലിവറി പ്രോപ്പർ അല്ലാത്തതുകൊണ്ട്, കൃത്യമായിട്ട് അവർക്കത് എത്തിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട്, കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ഇല്ലാത്തതുകൊണ്ട്. അതായത് അവർക്ക് ഓൾറെഡി ഒരു കസ്റ്റമർ ബേസ് ഉണ്ട്, പക്ഷേ അവരെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാത്തതുകൊണ്ടാണ് പലപ്പോഴും SMEസ് പരാജയപ്പെടുന്നത്. എന്നാൽ പലപ്പോഴും സ്റ്റാർട്ടപ്പ്സിൻ്റെ കാര്യത്തിൽ അവരുടെ ഫ്യൂച്ചർ പെയിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ കറക്റ്റ് ആവാതെ പോകുന്നത് കൊണ്ടാണ് അവർ ഈ കാര്യത്തിൽ പരാജയപ്പെടുന്നത്. അടുത്തത് സ്റ്റാർട്ടപ്പ്സിൻ്റെ കാര്യത്തിൽ പലപ്പോഴും സ്റ്റാർട്ടപ്പുകൾ പരാജയപ്പെട്ടു പോകുന്ന ഒരു ഫേസ് എന്ന് പറയുന്നത് സ്കെയിലിംഗ് ആണ്. ഒരു സർട്ടൺ ലെവൽ വരെയൊക്കെ ഒരു സ്റ്റാർട്ടപ്പ് ഉന്തിത്തള്ളിയൊക്കെ പോകുന്നുണ്ടാവും. പക്ഷേ പിന്നെ സ്കെയിൽ ചെയ്യണമെങ്കിൽ ഒരു വലിയ ഫണ്ട് ആവശ്യമാണ്. ഫണ്ടിങ് വന്നില്ലെങ്കിൽ അവിടെ വെച്ചത് നിന്നു പോകും എന്നുള്ളതാണ് പലപ്പോഴും മിക്ക സ്റ്റാർട്ടപ്പ്സിലും ഞാൻ കണ്ടിട്ടുള്ളത്. അതേസമയം ഒരു SMEയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഡെയിലി സെയിൽസാണ് അവൻ്റെ പ്രശ്നം. അവന് സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒപ്പം തന്നെ ആ സെയിൽസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവന് പറ്റുന്നില്ല. എന്നാൽ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ ബേസിനെ ലോയലായിട്ട് നിർത്താൻ അവന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് SMEസിൻ്റെ കാര്യം. കാരണം അതിനുള്ളൊരു കൃത്യമായ സ്ട്രാറ്റജിയോ പ്ലാനോ ബാക്ക് എൻഡ് ഓപ്പറേഷൻസോ ഒന്നും SMEസിൽ ഉണ്ടാവാറില്ല. അപ്പോൾ SMEസ് അങ്ങനെ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ പലപ്പോഴും സ്റ്റാർട്ടപ്പ്സ് വലിയ രീതിയിലും വലിയ വിഷനുമായിട്ടൊക്കെ തുടങ്ങിയിട്ട് അവർക്കൊരു പെർട്ടിക്കുലർ റേഞ്ച് എത്തുമ്പോൾ അതിനപ്പുറത്തേക്ക് പോകാനുള്ള ഫണ്ടില്ലാതെ സ്കെയിൽ ചെയ്യാൻ പറ്റാതെ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. സ്റ്റാർട്ടപ്പ്സിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഞാൻ കസ്റ്റമറിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ കസ്റ്റമറിനെ കൃത്യമായി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല അവർ. പക്ഷേ ഈ SMEസിൻ്റെ കാര്യത്തിൽ വളരെ രസകരമാണ്. SMEസ് വിചാരിക്കുന്നത് കസ്റ്റമേഴ്സ് ഓട്ടോമാറ്റിക്കലി വന്നോളും എന്നാണ്. കാരണം ഓൾറെഡി കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നല്ലോ, അവർ സ്ഥിരമായിട്ട് വന്നോളും. ഫോർ എക്സാമ്പിൾ ഒരു ബേക്കറി തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങുന്നു. ഇന്നലെയും ഇന്നും വന്ന കസ്റ്റമർ നാളെയും വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അവരുടെ പ്രൊഡക്റ്റിലോ സർവീസ് ഡെലിവറിയിലോ ഒന്നും ഉണ്ടാക്കാൻ SMEസ് റെഡിയല്ല. അതേസമയം സ്റ്റാർട്ടപ്പ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതല്ല അവരുടെ പ്രധാനപ്പെട്ട ഇഷ്യൂ കസ്റ്റമർ ബിഹേവിയർ എങ്ങനെയൊക്കെ മാറുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാത്തതും അതിനനുസരിച്ച് പ്രൊഡക്റ്റുകൾ ഡിസൈൻ ചെയ്യാൻ പറ്റാത്തതൊക്കെയാണ്. അപ്പോൾ SMEസ് പലപ്പോഴും ഭയങ്കര ലെയ്ഡ് ബാക്ക് അപ്രോച്ചാണ് എടുക്കുക. മാറ്റങ്ങൾക്ക് അവർ വളരെ പിറകിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങൾ സത്യം പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ്സിനെയും SMEസിനെയും ബാധിക്കുന്നുണ്ടെങ്കിലും അത് ബാധിക്കുന്നത് 2 തരത്തിലാണെന്ന് മാത്രം. സ്റ്റാർട്ടപ്പ്സിന് പിന്നെ മറ്റൊരു വലിയ പ്രശ്നം, ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റർ പ്രഷർ ഉണ്ടാവും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് അവരെങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ആ ഇൻവെസ്റ്റർ പ്രഷർ പലപ്പോഴും താങ്ങാനാകാതെ പലതരത്തിലുള്ള സ്റ്റാർട്ടപ്പുകളും ഫെയിലിയർ ആവുന്നത് ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടിട്ടുണ്ട്. അതേസമയം SMEസിനെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്ത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പൈസ മാർക്കറ്റിൽ ഒരുപാട് കിടപ്പുണ്ടാവും ക്രെഡിറ്റായിട്ട്. ഇത് മാനേജ് ചെയ്യാൻ പറ്റാതെ SMEസ് ക്യാഷ് ഫ്ലോ നെഗറ്റീവായി, ക്യാഷ് ഫ്ലോ ബ്ലോക്കായി നിന്നു പോകുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ പലപ്പോഴും SMEസ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി മാർക്കറ്റിൽ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി മാർക്കറ്റിൽ അവരുടെ പൈസ പെട്ടുപോകുന്നത് കൊണ്ടാണ് പലപ്പോഴും SMEസ് രക്ഷപ്പെടാത്തതെങ്കിൽ സ്റ്റാർട്ടപ്പ്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റേഴ്സിൻ്റെ വളരെ ശക്തമായിട്ടുള്ള KPI മോണിറ്ററിംഗ് ഒക്കെ ഉണ്ടാവും. അത് വർക്കൗട്ട് ചെയ്യാൻ പറ്റാതാവുമ്പോഴാണ് പലപ്പോഴും സ്റ്റാർട്ടപ്പുകൾ നിന്നു പോകുന്നത്. ആൻഡ് ഫൈനലി സ്റ്റാർട്ടപ്പ്സിൻ്റെ ഒരു വലിയ പ്രശ്നം ഫൗണ്ടർ മൈൻഡ് സെറ്റാണ്. അയാളുടെ വിഷൻ അതിശക്തമല്ലെങ്കിൽ, വളരെ വലുതല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ്സ് സർവൈവ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. കാരണം വിഷനെ ബേസ് ചെയ്ത് തന്നെയാണ് പലപ്പോഴും സ്റ്റാർട്ടപ്പ്സ് പോകുന്നത്. കാരണം ചെറിയ ഒരു മേഖലയിലോ ജോഗ്രഫിയിലോ ഒന്നും വർക്ക് ചെയ്യാൻ വേണ്ടി എല്ലാ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നത് ലോകമെമ്പാടും എത്തിക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാർട്ടപ്പുകൾ വലുതാവുന്നത്. അതേസമയം SMEസിനെ സംബന്ധിച്ചിടത്തോളം ഓണറുടെ ചില ഹാബിറ്റ്സ് ഉണ്ടാവും. അയാൾ ടെക്നോളജി അയാൾക്ക് താല്പര്യമില്ല, അക്കൗണ്ട്സ് നോക്കാൻ അയാൾക്ക് താല്പര്യമില്ല, കണക്ക് നോക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഇൻവെൻട്രി ക്രോസ് ചെക്ക് ചെയ്യാൻ താല്പര്യമില്ല, പുതിയൊരു സോഫ്റ്റ്വെയർ കൊണ്ടുവരാൻ താല്പര്യമില്ല. അതായത് ഓണർ ഹാബിറ്റ്സ്,
ഓണർ ഹാബിറ്റ്സ് ആണ് പലപ്പോഴും SMEസിനെ തളർത്തുന്നത്. അവരറിയാതെ തന്നെ തളർത്തുകയാണ്. എനിക്കതിനൊന്നും വയ്യ, അല്ലെങ്കിൽ എനിക്കതിന് കോമ്പിറ്റൻസി ഇല്ല എന്നൊക്കെ വിചാരിച്ച് SMEs ഇങ്ങനെ ഇരിക്കും. അതേസമയം സ്റ്റാർട്ടപ്സിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വിഷൻ അതിശക്തമല്ലെങ്കിൽ അയാളും ഒരു കംഫർട്ട് സോണിലേക്ക് പോകും. അപ്പോൾ സ്റ്റാർട്ടപ്സ് പലപ്പോഴും പരാജയപ്പെടുന്നത് വിഷൻ ഇല്ലാത്തത് കൊണ്ടും SMEs പലപ്പോഴും പരാജയപ്പെടുന്നത് ഓണേഴ്സിൻ്റെ ബാഡ് ഹാബിറ്റ്സ് കൊണ്ടുമാണ്. അപ്പം SMEs ആണെങ്കിലും സ്റ്റാർട്ടപ്സ് ആണെങ്കിലും ഏതാണ്ട് സിമിലർ ആയിട്ടാണ് പരാജയങ്ങളുടെ കണക്ക് പോകുന്നതെങ്കിൽ പോലും വ്യത്യസ്തങ്ങളായ കാരണങ്ങളാലാണ് ഇവ പരാജയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടപ്സിൻ്റെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതും SMEസിൻ്റെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതും രണ്ടും രണ്ട് സ്റ്റൈലാണ്. ഇനിയിപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പോ SMEയോ ആണോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള സൊല്യൂഷൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കണക്ട് ചെയ്യാം. ഞങ്ങൾ കൺസൾട്ടിങ്, മെൻറ്ററിങ്, ട്രെയിനിങ് സർവീസസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം 3000-ലധികം ഡിഫറൻ്റ് ആയിട്ടുള്ള ബ്രാൻഡുകളെ കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ GCCയിലും ഒക്കെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 10ഓളം രാജ്യങ്ങളിൽ ഞങ്ങൾ പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള സൊല്യൂഷൻസ്, വെറുതെ ആശയങ്ങൾ മാത്രമല്ല ഹാൻഡ് ഹോൾഡ് ചെയ്യാനും നിങ്ങളെ സഹായിക്കുന്നുണ്ടാവും. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ നമ്പറിൽ കണക്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.